മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ എല്ലാത്തിനുമുള്ള പരിഹാരമാണ്. ശാരീരിക അസുഖങ്ങൾക്കാണെങ്കിലും മാനസിക പ്രയാസങ്ങൾക്കാണെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കാണെങ്കിലും തുടങ്ങി മനുഷ്യൻ നേരിടുന്ന ഏതൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിനുള്ളയൊക്കെ പരിഹാരം വിശുദ്ധമായ ഖുർആനിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എത്രയോ ഹദീസുകളുണ്ട്. നിങ്ങളുടെ എല്ലാ രോഗങ്ങൾക്കുമുള്ള ശമനമാണ് വിശുദ്ധ ഖുർആൻ എന്ന്. അത് ഖുർആനും വിശേഷിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ മഹത്വമുള്ളൊരു സൂറത്താണ് സൂറത്തുൽ മുഅ്മിനൂൻ. മുഅ്മിനീങ്ങളുടെ സത്യവിശ്വാസികളുടെ ഗുണഗണങ്ങൾ വിശേഷിപ്പിച്ചുകൊണ്ട് തുടങ്ങുന്ന പരിശുദ്ധമായൊരു സൂറത്ത്. ഈ സൂറത്തിന്റെ വിശേഷണങ്ങൾ, മഹത്വങ്ങൾ എത്രയാണ് മഹാന്മാർ എണ്ണി പറഞ്ഞത്. മുത്തനബി തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ആരെങ്കിലും ഒരാൾ സൂറത്തുൽ മുഅ്മിനൂൻ പാരായണം ചെയ്താൽ ആ വ്യക്തിക്ക് റൗഹും റൈഹാനും കൊണ്ട് മഹാന്മാരായ മലക്കുകൾ സന്തോഷ വാർത്ത അറിയിക്കുന്നതാണ്. മഹാനായ ഖാബിദുൽ അർവാഹ് മലക്ക് അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുമ്പോൾ ഈ മുഅ്മിനൂൻ പാരായണം ചെയ്ത വ്യക്തിയെ പ്രത്യേകമായി എടുത്തറിയുകയും അയാളുടെ റൂഹ് പിടിക്കുന്നതിൽ ഇളവ് ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ് എന്നൊക്കെ ഹദീസുകളുടെ ഗ്രന്ഥങ്ങളിൽ കാണാം. മുത്തനബി തങ്ങളുടെ മറ്റൊരു ഹദീസിൽ കാണാം, ആരെങ്കിലും ഒരാൾ സൂറത്തുൽ മുഅ്മിനൂനിലെ 10 ആയത്തുകൾ പാരായണം ചെയ്താൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗത്തിൽ കടന്നുവെന്ന്. എന്നിട്ട് സുമ്മ തല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പാരായണം ചെയ്തു ആദ്യത്തെ 10 ആയത്തുകൾ, സൂറത്തുൽ മുഅ്മിനൂന്റെ ആദ്യത്തെ 10 ആയത്തുകൾ. അത് ആരെങ്കിലും നിരന്തരം പാരായണം ചെയ്യുകയാണെങ്കിൽ അയാൾ സ്വർഗാവകാശിയാണ് എന്ന് നബി തങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. ഇത്തരത്തിൽ നമ്മളുടെ രോഗശമനത്തിനും അതുപോലെ നമ്മളുടെ പ്രയാസങ്ങൾ മാറാനും നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കാനും ഒക്കെ സൂറത്തുൽ മുഅ്മിനൂൻ നിരന്തരം പാരായണം ചെയ്യൽ മതിയായതാണ് എന്ന് മഹത്തുക്കളുടെ ഗ്രന്ഥങ്ങൾ വിശദീകരിക്കുന്നതായി കാണാം. അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. സകല മാനസിക, ശാരീരിക, സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നും പിരിമുറുക്കങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു രക്ഷപ്പെടുത്തുകയും സ്വസ്ഥതയും സമാധാനവും സക്കീനത്തുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.